ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസൈക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഇസ്ലാം എന്നത് മുഴുവൻ മനുഷ്യർക്കുമുള്ള അള്ളാഹു നിശ്ചയിച്ചു തന്ന ജീവിത മാർഗമാണ്. ആണും പെണ്ണും മനുഷ്യ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ വിശ്വാസപരമായി ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരെക്കാൾ പരിഗണനയുണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല. സാമൂഹ്യമായ ദൗത്യങ്ങൾ, ജീവിതത്തിൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്നത് ഒരിക്കലും തഖ്വയുടെ മാർഗത്തിൽ, ഭക്തിയുടെ മാർഗത്തിൽ അവർ തമ്മിലുള്ള വിവേചനത്തിന് കാരണമായി കൂടാ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മുഹമ്മദീയ റിസാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സന്ദേശത്തിൻ്റെ പ്രചരണം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന അവസ്ഥ സ്ത്രീകളെ സമൂഹത്തിൻ്റെ ഭാഗമായേ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ജനിക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജനനം ഒരവമതിയായി, അപമാനമായി അവർ കണ്ടിരുന്നു എന്ന് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. സ്വത്തവകാശത്തിൻ്റെ പ്രശ്നം തന്നെ അവരെ സംബന്ധിച്ച് ഇല്ലായിരുന്നു നല്ലൊരു പരിധി വരെ. എന്നതിനപ്പുറത്ത് ആ സ്ത്രീയെപ്പോലും ഒരു സ്വത്തായി കണക്കാക്കി അനന്തരമെടുക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് എന്ന് നമ്മൾ അറിയണം. അവിടെ നിന്നാണ് അള്ളാഹു അവൻ്റെ സന്മാർഗത്തിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇറക്കുന്നതും. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള രീതിയിൽ, അതിനപ്പുറത്ത് അള്ളാഹു ആദരിച്ച മനുഷ്യഗണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരെലമെൻ്റ് എന്നുള്ള രീതിയിൽ അവരും ആദരവിന് അർഹരാണ് എന്നുള്ളൊരു സന്ദേശം നൽകുന്നത്. ഇസ്ലാമിക സന്ദേശം പ്രചാരം കിട്ടിയ എല്ലാ സ്ഥലങ്ങളിലും ഈ മനുഷ്യർക്കുള്ള ആദരവ് സ്ത്രീകൾക്കും നൽകേണ്ടതുണ്ട് എന്ന പ്രബോധനം ഇസ്ലാം യഥാവിധി നിർവഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യാവസ്ഥകൾ രൂപം കൊടുത്തു. പക്ഷേ അമവി കാലഘട്ടം മുതൽ ഇസ്ലാമിക സാമ്രാജ്യം ഇങ്ങനെ വികസിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം എത്തിച്ചേർന്ന പ്രദേശങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പതിയെ പതിയെ മുസ്ലിം സമൂഹത്തെയും സ്വാധീനിക്കുന്ന ഒരവസ്ഥയുണ്ടായി. നേരത്തെയുണ്ടായിരുന്ന ആ പ്രദേശങ്ങളിലുണ്ടായിരുന്ന അനിസ്ലാമികമായ പ്രവണതകൾ പലതും ദീനിൻ്റെ ഭാഗമാണ് എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. നിങ്ങൾ അത്ഭുതപ്പെടും, 17-ാം നൂറ്റാണ്ടിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ 18-ാം നൂറ്റാണ്ടിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ മകനായിരുന്ന ഷാ അബ്ദുൽ അസീസ് അക്കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിർവഹിച്ച ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വിധവയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. കാരണം വിധവ എന്ന് പറയുന്നത് ഒരു അവലക്ഷണമായി കാണുന്ന, അവർക്ക് പിന്നീട് സ്വസ്ഥമായൊരു ജീവിതമില്ലാത്ത ബ്രാഹ്മണിക്കൽ അന്തരീക്ഷം കണ്ടു ശീലിച്ച ആളുകൾ, അതുതന്നെയാണ് ഇസ്ലാം പോലുള്ള ജീവിത പരിസരത്തും ഉണ്ടാവുക എന്ന് വിശ്വസിക്കുകയും വിധവകളെ വിവാഹം കഴിക്കുന്നത് ഒരു ടാബു കണക്കെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായി കരുതുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സയ്യിദ് മൗദൂദിയുടെ ഖുത്ബാത്ത് എന്ന പേരിൽ പ്രസിദ്ധീകൃതമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമുണ്ട്. പഞ്ചാബിലെ മുസ്ലിങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അന്നത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ച ചില വിവരണങ്ങൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് സ്വത്തവകാശം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. 1930കളുടെ അവസാനത്തിലാണ് ഈ സംസാരമുണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയണം. മഹർ സാധനമോ ആഭരണമോ ആയി കൊടുക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. മഹർ പൊരുത്തപ്പെടുക എന്നുള്ളത് ഒരു രീതിയായും അത് പലപ്പോഴും സ്ത്രീകളിലൊരു നിർബന്ധമായും ചെലുത്തപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെതായ ദീനീ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതം അനുഭവിക്കുന്നതിനായ ഒരു സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള
അവരുടെ മറ്റ് ജീവിത വ്യവഹാരങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകിയെങ്കിലും പല പ്രദേശങ്ങളിലും ഇപ്രകാരമുള്ള പ്രാദേശികമായ സംസ്കാരങ്ങൾ ഇസ്ലാമിൻ്റേതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്രകാരം നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് മുസ്ലിം സ്ത്രീകളുടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. പള്ളിപ്രവേശത്തെ ആരും എതിർത്തിട്ടില്ല എന്ന് പറയുന്നു. അതൊരു കുതർക്കമാണ്. പള്ളിപ്രവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ വേണ്ട സ്വാതന്ത്ര്യമാണ് എന്നുള്ളത്. അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ് എന്ന് ഇന്ന് അൽഹംദുലില്ലാ മുസ്ലിം സമുദായത്തിൽ ഒരു കൂട്ടരും പറയുന്നില്ല. പക്ഷേ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് വരെ വ്യാപകമായി അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയ സ്ത്രീകൾ അവമതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അവരുടെ അഖ്ലാഖിനെക്കുറിച്ച്, അത്തരം സ്ത്രീകളുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ സംശയങ്ങൾ ഉന്നയിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ പറയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സാമൂഹ്യാവസ്ഥ മുസ്ലിം സമൂഹത്തിൽ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ത്രീകളുടെ പള്ളിയിൽ പോയുള്ള നമസ്കാരത്തെ ഒരു മോശമായി കാണുന്ന ഒരവസ്ഥ, നിഷിദ്ധം എന്ന് പറയുന്നില്ലെങ്കിൽ. അതിനാൽ അത് സംബന്ധിച്ച ചില കാര്യങ്ങൾ, സ്ത്രീക്ക് ഇസ്ലാം കൊടുത്തിരിക്കുന്ന മാന്യമായ പദവി, ഇതൊരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം തരുമെന്ന് പറഞ്ഞ് അവരെ വഞ്ചിച്ച്, അവരെ പറ്റിച്ച്, അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് നിർത്തിയ ആളുകൾ അവരുടെ സുരക്ഷയെ തന്നെ അപകടകരമാക്കി മാറ്റിയ ഒരന്തരീക്ഷവും കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകളിലൂടെ വരുന്നത് നമ്മൾ കാണുന്നു. അതിനാൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒരു ബോധ്യമുണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയാണ് സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു തർക്കമുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് പറയുന്നവരും പോകാൻ പാടില്ല എന്ന് പറയുന്നവരും ഹദീസുകളെ തന്നെയാണ് ആശ്രയമാക്കുന്നത് എന്ന് നമുക്കറിയാം. ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്ന ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികൾക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളി വിലക്കരുത്. വളരെ ഖണ്ഡിതവും കൃത്യവുമായ ഒരു വിധിയാണ്. ഇതാണ് പള്ളിയിൽ പോകുന്നതിന് അനുകൂലമായി സാധാരണയായി പറയപ്പെടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, മുസ്ലിം ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത അഹദുക്കും ഇംറഅതുഹു ഇലൽ മസ്ജിദി ഫലാ യംനഅ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ, അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ അവർക്ക് പള്ളി വിലക്കരുത്, പള്ളിയിൽ പോക്ക് വിലക്കരുത്. വളരെ കൃത്യമാണ്. അതിനാൽ തന്നെ പള്ളിയിൽ പോക്ക് വിലക്കാൻ ഒരാളെ സംബന്ധിച്ചും അവകാശമില്ല. ഇതുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവിടുത്തെ ഭാര്യയായിരുന്ന ആത്തിഖയിൽ നിന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവം, സൈനബ് റളിയല്ലാഹു അൻഹയുടെ കാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് അവരൊക്കെ പള്ളിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വന്നിരിക്കുന്ന കാര്യം നിഷേധിക്കാൻ സാധ്യമല്ല. ഒരു പക്ഷേ ഇന്ന് അത് നിഷിദ്ധമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, മുമ്പത്തെ കാലത്തെ അപേക്ഷിച്ച് വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകൾ കുറേ കൂടി ആളുകൾക്ക് അവൈലബിളായി വരികയും മുസ്ലിം സമൂഹത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ധാരാളമായി ദീനീ വിദ്യാഭ്യാസം അടക്കമുള്ള വിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയും ചെയ്തതാണ് എന്ന് സന്തോഷപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേസമയം പള്ളിയിൽ വരരുത് എന്ന് ഒരു നിയമമാക്കാവുന്ന വിധത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത് സുനൻ അബൂദാവൂദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ലാ തംനഉ നിസാഅകും അൽ മസാജിദ, നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളി നിഷേധിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത വാചകം വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം. ഇതേ അർത്ഥത്തിൽ തന്നെ സുനനു അബൂദാവൂദിൽ ഉമ്മു ഹുമൈദിൽ നിന്നുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. റസൂലെ, ഞാൻ താങ്കളുടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഉമ്മു ഹുമൈദ് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതും ഇതേ അർത്ഥത്തിൽ തന്നെ വീടാണ് ഉത്തമം എന്ന് പറയുന്നതുമായിട്ടുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ രണ്ട് വാദങ്ങളിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച ദൗർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായത്. ഈ രണ്ട് ഹദീസുകളെയും അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ഹദീസുകളെയും അവ അംഗീകൃതമായ ഹദീസുകളാണ് എന്ന് തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയിലെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചിരിക്കുന്നത്. മദ്ഹബിൻ്റെ ഇമാമുകൾ ഞാൻ ഈ പറഞ്ഞ
വീടുകളാണ് അവർക്ക് ഉത്തമം എന്ന് പറയുന്ന ഹദീസിനാണ് കൂടുതൽ പ്രാബല്യം കൊടുത്തുകൊണ്ടാണ് മദ്ഹബുകൾ വന്നത് എന്നതിനാൽ അത് ഉത്തമം എന്ന് പറഞ്ഞത് പിന്നീട് എവിടെയോ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരികമായ സ്വാധീനങ്ങളിൽ പെട്ടുകൊണ്ട് അത് നിഷിദ്ധമാണ് എന്ന തെറ്റായ ഒരു പ്രചാരം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനാൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്ത്രീകൾ പള്ളിയിൽ നമസ്കാരത്തിന് ഹാജരാകുന്നത് തെറ്റാണ്, ഹറാമാണ്, നിഷിദ്ധമാണ് എന്നൊരു വാദം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. അതിനാൽ അത്തരമൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഉന്നയിക്കപ്പെടുന്ന അടുത്തൊരു പ്രശ്നം, സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് നിർബന്ധമുണ്ടോ? ഇല്ല എന്നാണ് എല്ലാവരുടെയും മറുപടി. അങ്ങനെ ഒരു കൂട്ടരും വാദിക്കുന്നില്ല. പള്ളിയിൽ പോകണമെന്ന് പറയുന്നവരും പോകാമെന്ന് പറയുന്നവരും പോകണ്ട എന്ന് പറയുന്നവരും അങ്ങനെ ഒരു വാദമില്ല. ഫർള് കിഫായയാണ് ജമാഅത്ത് നമസ്കാരം, ജുമാ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ സാമൂഹ്യ ബാധ്യതയാണ്. ആ സാമൂഹ്യ ബാധ്യത വീടുന്നത് അവിടുത്തെ പുരുഷന്മാരായ ആളുകൾ അത് നിർവഹിക്കുമ്പോഴാണ്. ഈ രണ്ട് കൂട്ടർക്കുമിടയിൽ, രണ്ട് അഭിപ്രായക്കാർക്കുമിടയിൽ യഥാർത്ഥത്തിൽ ഇതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതിനാൽ സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ഒരു ജമാഅത്ത് വഴി, അത്തരമൊരു ജുമാ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതുവഴി ഈ ഫർള് കിഫായ വീടുമോ എന്നുള്ളതിന് ഇല്ല. അത് പുരുഷന്മാരുടെ സാമൂഹ്യമായ ദൗത്യമാണ് എന്നാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. നിങ്ങളിത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തുന്നു. അങ്ങനെയൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടി വരും തീർച്ചയായും നമുക്ക്. യഥാർത്ഥത്തിൽ ഇത് സ്വാതന്ത്ര്യവുമായി തന്നെ ബന്ധപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ ആരുടെ സ്വാതന്ത്ര്യം? ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഭൗതികവാദികളായ ആളുകൾ പരിധികളൊന്നുമില്ലാത്ത ഒരു സാധനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അത്തരമൊരു ജീവിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഖുർആനും സുന്നത്തും പൂർവ്വസൂരികളുടെ മാതൃകയും ആധാരമാക്കി ചർച്ച ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിൽ യഥാർത്ഥത്തിൽ അത്തരം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ചയില്ല. പക്ഷേ പിന്നീട് എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖണ്ഡിതമായി നിങ്ങൾ തടയരുത് എന്ന് പറയുന്ന ഒരു സംഗതി, അത് തടയപ്പെടുമ്പോൾ ദീൻ അനുവദിച്ച സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു എന്നാണ് അതിനർത്ഥം. അതിനാൽ ദീനിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ദീനിൻ്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതാണ് എന്നതിനാൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ദീനിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകളെ എതിർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അടുത്ത സംശയം, അങ്ങനെയാണെങ്കിൽ എന്താണ് ഖുതുബക്കും ഇമാമത്തിനും ഒന്നും സ്ത്രീകളെ കൊണ്ടുവരാത്തത്? യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ചർച്ചയേ ഇല്ലല്ലോ. വളയുമില്ലാത്ത ചാട്ടമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പരിസരത്ത് നടക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മെയിൻ സ്ട്രീം മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളായ ആളുകൾ വേണം ഖുതുബയും ഇമാമത്തുമൊക്കെ നിർവഹിക്കാനെന്ന് പറയുന്നത് പള്ളികളിൽ? ഒരാളും പറയുന്നില്ല. കാരണം എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക, അവിടെ നിന്ന് പൂർവ്വസൂരികളായ സലഫുകളായ ആളുകൾ കാണിച്ചു തന്ന മാതൃക അങ്ങനെയൊന്നില്ല എന്നത് തന്നെ. അതിനാൽ അത്തരമൊരു വിഷയം ആരും ഉന്നയിച്ചില്ല. പലപ്പോഴും സംഭവിക്കുന്ന ദൗർഭാഗ്യകരമായൊരു സംഗതി, ദീനീ വിജ്ഞാന പരിസരത്ത് ഒരിക്കലും സംഭവിച്ചുകൂടാത്തതായ ഒരു കാര്യം, നമ്മൾക്കില്ലാത്ത വാദങ്ങൾ തർക്കത്തിന് വേണ്ടി മറ്റൊരാളുടെ പേരിൽ ആരോപിക്കും, എന്നിട്ട് അങ്ങനെയൊന്നില്ല എന്ന് നമ്മൾ തെളിയിക്കും. അള്ളാഹു അത്തരം കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം അങ്ങനെ അല്ല നമ്മുടെ ചർച്ച യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അള്ളാഹുവിൻ്റെ റസൂല് കൊടുത്ത അനുമതി വേണമെന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ അവരെ കൊണ്ടുപോയിട്ട് ഇമാം നിർത്തിക്കോ ഖുതുബ നടത്തിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ അത് പറയാത്തത് കൊണ്ടും ചെയ്യാത്തത് കൊണ്ടും സലഫുകളത് കാണിക്കാത്തത് കൊണ്ടും അത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് മറുപടി. അതിനാൽ അത് കേവലമായ ഒരു കുതർക്കം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. മദ്ഹബിൻ്റെ ഇമാമുകൾ ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും ഷാഫി മദ്ഹബാണ് നമ്മുടെ നാട്ടിൽ കുറേ കൂടി പ്രിവെയിലിംഗ് ആയിട്ട് കുറേ കൂടി നമ്മുടെ നാട്ടിൽ സ്വാധീനമുള്ള ഒരു മദ്ഹബ്. മദ്ഹബിൻ്റെ ഇമാമുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിന് ശേഷം വന്ന പണ്ഡിതന്മാരെയൊക്കെ പരിഗണിക്കുമ്പോൾ ഫിത്ന എന്ന് പറയുന്ന കുഴപ്പത്തിൻ്റെ സാധ്യത എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് അതുണ്ടെങ്കിൽ പള്ളിയിൽ പോകരുത് എന്നുള്ള ഒരു തീരുമാനം, ഒരു വിധി നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടും യഥാർത്ഥത്തിൽ ഒരാൾക്കും വിയോജിപ്പില്ല. ഫിത്ന ഭയപ്പെടുന്നുവെങ്കിൽ, കുഴപ്പം ഭയപ്പെടുന്നുവെങ്കിൽ, സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് വഴി സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും
അവരുടെ സുരക്ഷയും അപകടത്തിലാകാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ പള്ളിയിൽ പോക്ക് എന്നത് മാത്രമല്ല, ഒരു പോക്കും പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച ശറഈന്റെ വിധി എന്നുള്ളത് നമ്മൾ അറിയണം. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഏത് കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. ഫിത്നയുടെ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് പള്ളിയിൽ വരുമ്പോഴാണോ? അല്ല എന്ന് അനുഭവം തന്നെയാണ് നമ്മോട് പറയുന്നത്. അതിനേക്കാൾ കൂടുതലായി സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകാനും പലപ്പോഴും പൈശാചികമായ പ്രേരണകൾക്ക് വഴങ്ങാനും സാധ്യതയുള്ളത് നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, ജോലിസ്ഥലങ്ങൾ, കല്യാണ ഓഡിറ്റോറിയങ്ങൾ, നമ്മുടെ ഫാമിലി ഫംഗ്ഷനുകൾ എന്നിവയിലൊക്കെയാണ് അതിനേക്കാൾ കൂടുതലായി സാധ്യതകളുള്ളത്. അവിടെ സംബന്ധിച്ചും ഹുക്മ് ഇത് തന്നെയാണ്. ഫിത്നക്കുള്ള സാധ്യതയാണ് കൂടുതലെങ്കിൽ അത് നമ്മൾ ഇല്ലാതാക്കണം. പക്ഷെ അങ്ങനെയല്ലല്ലോ മുസ്ലിം സമുദായം തീരുമാനിച്ചത്. അവിടെ ഫിത്നക്കുള്ള സാധ്യതകൾ പരമാവധി എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് മുസ്ലിം സമുദായം ആലോചിച്ചത്. വിദ്യാഭ്യാസം കൊടുക്കണമോ വേണ്ടയോ? കുഴപ്പത്തെ സംബന്ധിച്ച, ഫിത്നയെ സംബന്ധിച്ച ഭയം കാരണം ആ അവസരം സ്ത്രീകൾക്ക് നിഷേധിക്കുകയാണോ വേണ്ടത്? കിട്ടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുക്കണമോ വേണ്ടയോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ പ്രോആക്റ്റീവായ രീതിയിൽ, വളരെ പോസിറ്റീവായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അതെല്ലാം അനുവദിക്കണം. കാരണം അള്ളാഹു ആദരിച്ച മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാണിവർ. അതേസമയം ഫിത്നകളില്ലാതിരിക്കുന്ന, കുഴപ്പങ്ങളില്ലാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണം. വ്യക്തിപരമായ ജീവിതത്തിൽ അത്തരം പരിധികൾ ഓരോരുത്തരും പാലിക്കണം. നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ നോട്ടങ്ങൾക്ക്, നമ്മുടെ ഇടപഴകലുകൾക്ക് ഒക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും നിശ്ചയിച്ചു തന്ന പരിധികൾ പാലിച്ചുകൊണ്ട് ഈ മേഖലകളിലൊക്കെ ഇടപെടാം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. പഞ്ചായത്ത് ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞതേയുള്ളൂ. യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരും അതുണ്ടാക്കുന്ന ഫിത്നകളും എന്ത് എന്ന് ആലോചിക്കുമ്പോൾ എന്തായിരിക്കാം ഇത്തരമൊരു തെരഞ്ഞെടുപ്പിനെ പറ്റി മുസ്ലിം സമൂഹത്തിന് എടുക്കാവുന്ന തീരുമാനം? 33% സംവരണമുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ പോവുകയേ ഇല്ല, കാരണം അത് ഫിത്നയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണോ? മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫിത്നകൾ, നമ്മൾ എന്താണോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ സംഭവിച്ചതായി നമ്മൾ കാണുകയും ചെയ്യുന്നു. എന്നാലും അത് നിഷിദ്ധമാണ്, ഫിത്ന അവിടെ ഉണ്ടാകുന്നുണ്ട്, അതിനാൽ ഹറാമാണ് എന്നല്ലല്ലോ പറയുന്നത്. മറിച്ച് രാജ്യത്തെ ഉത്തരവാദപ്പെട്ട പൗരന്മാർ എന്നുള്ള രീതിയിൽ അധികാരാവകാശങ്ങളിൽ മുസ്ലിം സമൂഹത്തിനുണ്ടാവേണ്ടുന്ന പങ്ക് നിർവഹിക്കണമെങ്കിൽ ഈ പരിധികളിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രോസസ്സുകളിൽ നമ്മൾ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പല ആളുകളും, സ്ത്രീകളായ ആളുകൾ സ്ഥാനാർത്ഥികളായതും അവിടെ നമ്മളൊക്കെ പോയി വോട്ടുകൾ ചെയ്യുന്ന അന്തരീക്ഷമുണ്ടായത്. അവിടെയൊന്നുമില്ലാത്ത ഒരു ഫിത്നയെ സംബന്ധിച്ച, കുഴപ്പത്തെ സംബന്ധിച്ച ഒരു ബോധം യഥാർത്ഥത്തിൽ മുമ്പെന്നോ തർക്കത്തിൽ പറഞ്ഞ് പെട്ടുപോയ ഒരു സംഗതി അത് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായി മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ പോസിറ്റീവായൊരു ചേഞ്ച് എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളായ ആളുകൾ ഇത്രമാത്രം സമൂഹത്തിൽ ഇടപെടുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ കൂടെ മാത്രമായിരുന്നു മിക്കവാറും സ്ത്രീകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവർ പലപ്പോഴും ഡോക്ടർമാരെ കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നഗരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, കോഴിക്കോട് പോലുള്ള നഗരങ്ങളിൽ സ്ഥിരം കാഴ്ചയായിരുന്നു പുരുഷന്മാർ പള്ളിയിൽ കയറിപ്പോകുന്നു, സ്ത്രീകളായ ആളുകൾ അവർ പള്ളിയുടെ പുറത്ത് കാത്തു നിൽക്കുന്നു. അവരെല്ലാവരും നമസ്കാരം ആവശ്യമില്ലാത്തവരായതുകൊണ്ട് മാത്രമല്ല അത് സംഭവിച്ചത്, മറിച്ച് അത് തെറ്റാണ് എന്ന ഒരു ബോധം അന്ന് നിലനിന്നതുകൊണ്ടാണ്. അതിനാൽ ഖലാഅ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു രീതിക്കകത്ത് ആശ്വാസം കണ്ടെത്തുകയായിരുന്നു. ഇന്നതല്ല. ഈ അവസ്ഥ മാറിക്കഴിഞ്ഞപ്പോൾ, കൂടുതലായി സ്ത്രീകൾ പുറത്തിറങ്ങുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞപ്പോൾ യാത്രക്കാരായ ആളുകളെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായ ആരാധനാ സ്ഥലങ്ങൾ മുസ്ലിം സമുദായം ഉണ്ടാക്കി. അതുപോലെ സംഭവിക്കുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടുന്നതാണ്. സ്ത്രീകളും പുരുഷന്മാരും പരിധികൾ പാലിച്ചു കൊണ്ടുവരുന്ന പള്ളികളിൽ അവർക്ക് നമസ്കരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ഒരേ ഹാളിലല്ലേ സ്ത്രീകളും പുരുഷന്മാരും നമസ്കരിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ നമ്മുടെ ഈ പള്ളിയിൽ അടക്കം ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ടാകും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിത്നയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുള്ളത്. കേരളീയ സമൂഹത്തിൽ ഈ ഫിത്ന
പള്ളിയുമായി ബന്ധപ്പെട്ടുള്ളത് വലിയ പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നിടത്താണ് 50കളിലും 60കളിലും പരിഷ്കരണ സംരംഭങ്ങൾ സ്ത്രീകൾക്കുള്ള ഈ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തിയത് എന്നതിനാൽ അവരെ ചുമരിനപ്പുറത്ത്, കർട്ടനപ്പുറത്ത് അല്ലെങ്കിൽ മുകൾ നിലയിൽ അവരെ നിലനിർത്തുന്ന ഒരു രീതി അതിനെ തുടർന്നുണ്ടായതാണ് എന്നതിൻ്റെ ചരിത്രപരമായ ഒരു കാര്യം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതേ ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ ഒക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരേ ഹാളിൻ്റെ മുൻവശത്താണുങ്ങളും പിറകുവശത്ത് സ്ത്രീകളും നമസ്കാരം നിർവഹിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന ജൈവികമായ ഒരു ജീവിത വ്യവസ്ഥ, അത് നിലനിൽക്കുന്ന കാലത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിഹാരങ്ങൾ നിർണ്ണയിക്കുന്നത്. അല്ലാതെ പുരുഷനും സ്ത്രീയും കൂടെ ഒരേ സഫിൽ തന്നെ ഒന്നിച്ചു വന്ന് നമസ്കരിച്ചോട്ടെ എന്നുള്ള ഒരു പറച്ചിൽ ഒരാളും പറയുന്നില്ല എന്നതിനാൽ തന്നെ ഈ ഒരു വേർതിരിവ് എങ്ങനെയാണ് വന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 വീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ആധുനിക കാലത്തുള്ള പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ വിഷയത്തെ, ഈ 2 ഹദീസുകളെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള വഴി കണ്ടത് എന്നതും നമ്മൾ ആലോചിക്കണം. കാരണം മദ്ഹബിൻ്റെ ഇമാമുകളെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ അത്തരം കാലങ്ങളിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യമായ ഇടപെടൽ ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ യൂസുഫ് ഖർലാവിയെ പോലുള്ള, ഷെയ്ഖ് യാസിർ ഖാദിയെ പോലുള്ള, ഷെയ്ഖ് ഹുസൈമിനെ പോലുള്ള ആളുകൾ ഇതിന് മുന്നിൽ വെച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ചില ഗവേഷണങ്ങൾ അവർ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് പള്ളി നിർബന്ധമല്ല എന്ന് അവരും പറയുന്നു. പക്ഷേ പള്ളി തടയാൻ പാടില്ല എന്നുള്ളത്, നമസ്കാരത്തിൽ തടയാൻ പാടില്ല എന്നുള്ളത് ഒരടിസ്ഥാനമാണ്. അപ്പോൾ പിന്നെ അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞത് ശരിയാണ്. നമസ്കാരത്തിൻ്റെ കാര്യത്തിന് മാത്രമായി സ്ത്രീകൾ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിവാക്കി പള്ളിയിലേക്ക് ജമാഅത്തിനായി പോവുക എന്നുള്ളൊരു രീതി യഥാർത്ഥത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല എന്ന് യാഥാർത്ഥ്യമാണ്. കാരണം ഗാർഹികമായ ഉത്തരവാദിത്തങ്ങൾ പ്രാഥമികമായിട്ട് അവർക്കുണ്ട്. പക്ഷേ ഗാർഹികമായ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ ഇടങ്ങളിലും തൊഴിലിടങ്ങളിലും അങ്ങാടികളിലുമൊക്കെ തങ്ങളുടേതായ ശരഈയായ ആവശ്യം നിർവഹിക്കാൻ വന്ന സ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും അവർ പള്ളിയിൽ പോകണം, അവർ പറയുന്നു. മറ്റൊന്ന്, കേവലം നമസ്കാരം മാത്രമല്ല പള്ളിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഷെയ്ഖ് ഉസൈമീൻ പറയുന്നത് ഒരാളുടെ ഹൗഫ്, ഖുശൂ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിനുണ്ടാകുന്ന ഭയഭക്തി, പള്ളിയുടെ ഒരു അന്തരീക്ഷത്തിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കാര്യം. ഷെയ്ഖ് യാസിർ ഖാദിയും ഖർലാവിയും പറയുന്നത് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകൾ, ഖുത്ബകൾ, റമദാനിൽ സവിശേഷമായി തന്നെ പള്ളി നൽകുന്ന സവിശേഷമായൊരു ആത്മീയാന്തരീക്ഷം. നിങ്ങൾ വീട്ടിൽ വെച്ച് തറാവീഹ് നമസ്കരിക്കുക, രാത്രി നമസ്കാരങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് പലപ്പോഴും മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ നടക്കാതെ പോകുന്നൊരു കാര്യമാണ്. പക്ഷെ അത് നടന്നു കഴിഞ്ഞാലും പള്ളി നൽകുന്ന ആത്മീയമായൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അതുകൂടെ പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വീടുകളെപ്പോലെ തന്നെ പള്ളികളും സ്ത്രീകൾക്കായി തീരും എന്നാണ് ഈ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രക്സ്, ഇതിൻ്റെ പോയിൻ്റ് വളരെ കൃത്യമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ പള്ളിയിൽ നമസ്കരിക്കാൻ കൊണ്ടുപോകരുത്, പാടില്ല, നിഷിദ്ധമാണ് എന്നൊരു വാദമില്ല. എന്നതുപോലെ തന്നെ നിർബന്ധമായും സ്ത്രീകൾ പള്ളിയിലേക്ക് വന്നേ പറ്റൂ എന്നുമില്ല. അതേസമയം തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതങ്ങളിലെ മുൻഗണനകൾ വെച്ച് പള്ളിയിൽ വന്നേ പറ്റൂ എന്നൊരു സ്ത്രീ വിചാരിക്കുന്നുവെങ്കിൽ അവരെ തടയാൻ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തിൽ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യ മണ്ഡലത്തിൽ മറ്റു ചില ചർച്ചകളും കാണുന്നു. നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ എന്ത് അതിക്രമമാണ് ഈ ഭൗതികവാദത്തിൻ്റെ ആളുകൾ നമ്മുടെ സ്ത്രീകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മതത്തിൻ്റെ ആളുകൾ, പുരോഹിതന്മാരായ ആളുകൾ മതം നൽകിയ സ്വാതന്ത്ര്യം അവർക്ക് നിഷേധിച്ചു. അതേസമയം ഭൗതികത അവരുടെ സുരക്ഷിതത്വത്തെ തന്നെ അപകടത്തിലാക്കി. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഈ നിയന്ത്രണങ്ങളെന്ന് പറയുന്നത് മതിൽക്കെട്ടുകളാണ്. കാരണം നമ്മുടെ സംസ്കാരം ഇവിടെ ഉണ്ടായതല്ല, പാശ്ചാത്യൻ്റെ സംസ്കാരമാണ്. പാശ്ചാത്യൻ ഒരു 300-400 കൊല്ലം മുമ്പ് വരെ അവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്നതാണ്.
ചാസ്റ്റിറ്റി ബെൽറ്റ് എന്ന് പറയുന്ന സ്ത്രീകൾ തങ്ങളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഭർത്താവ് പുറത്തു പോകുന്ന സമയത്ത് ഇരുമ്പിൻ്റേതുപോലുള്ള അടിവസ്ത്രങ്ങൾ, ഇരുമ്പ് പോലുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ അടിവസ്ത്രങ്ങൾ ധരിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനാൽ സ്ത്രീകളോട് ചെയ്ത അതിക്രമത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നുകൊണ്ട് പാശ്ചാത്യർ ചെയ്തത് സ്ത്രീകൾക്കുള്ള സകല നിയന്ത്രണങ്ങളും ഇല്ലാതാക്കി കൊണ്ടുവരിക എന്നാണ്. അത് അതേപടി പാശ്ചാത്യൻ കൊണ്ടുവരുന്ന എന്തും മഹത്വപൂർണ്ണമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ നമ്മുടെ നാട്ടിലെ വിഡ്ഢികളായ ആളുകളും അതേ കാര്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തിൻ്റെ മോചനത്തെക്കുറിച്ച് റസൂൽ നടത്തുന്ന ചില പ്രഡിക്ഷൻസ് സവിശേഷമായി 2 ഘട്ടങ്ങളിൽ റസൂൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് സന്നാ മുതൽ ഹലർമൗത്ത് വരെ വരാൻ കഴിയുന്ന, സ്വതന്ത്രയായി വരാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ച് തൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നു. തൻ്റെ പ്രബോധനത്തിൻ്റെ ഏകദേശം അന്ത്യഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ. എൻ്റെ പള്ളിയിൽ, മദീനയിലെ ഈ പള്ളിയിൽ വന്ന് നമസ്കരിച്ച് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരു യുവതിക്കുണ്ടാകും, ഒരു സ്ത്രീക്കുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതിനാൽ സമൂഹത്തിൻ്റെ സുരക്ഷയുടെ അളവുകോലെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഏത് സമയത്തും സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യാവസ്ഥ അതിനനുകൂലമായിരിക്കണം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യാവസ്ഥ എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ചൂഷകനാകുന്ന പുരുഷന് എപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ പാകത്തിന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മനോഹര വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് നിയന്ത്രണങ്ങളിൽ നിന്ന് അവരെ ഇറക്കിക്കൊണ്ടുവരുന്നു ജാഹിലിയത്തിൻ്റെ വക്താക്കൾ, ഈ ഭൗതികവാദത്തിൻ്റെ വക്താക്കൾ. പലപ്പോഴും പാവപ്പെട്ട സ്ത്രീകൾ ഇതൊക്കെ വിശ്വസിച്ച് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും കരുതിയില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയേണ്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, നിയന്ത്രണങ്ങൾ നമ്മൾ വെച്ചതല്ല, പുരുഷനെയും സ്ത്രീയെയും പടച്ച അള്ളാഹു നിശ്ചയിച്ചതാണ്. മഹറം എന്ന് പറയുന്നൊരു കാറ്റഗറി, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ആങ്ങള, നിങ്ങളുടെ ഉപ്പ, മകൻ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി അവർ കാണുന്നത് പോലെയല്ല നിങ്ങളെ മറ്റൊരു പുരുഷൻ കാണാൻ സാധ്യത. അതിനാൽ അവരുടെ കൂടെ നിങ്ങൾ ഒറ്റക്കാകുന്നതിൽ വലിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അങ്ങനെ സംഭവിച്ചു പോകുന്ന അപകടങ്ങൾക്ക് അവസാനം നിങ്ങൾ മാത്രമായിട്ട് ഉത്തരവാദിയാകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ വ്രണങ്ങളും മുറിവുകളും നിങ്ങൾ മാത്രം വഹിക്കേണ്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ഈ സുരക്ഷിതത്വത്തിൻ്റെ ഉള്ളിൽ നിൽക്കണം. പുരുഷനോട് പറഞ്ഞു സ്ത്രീയോട് മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞു, കണ്ണുകളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഹിജാബ് നിയമങ്ങളെന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമുള്ളതല്ല, അതൊരു വസ്ത്രത്തിൻ്റെ പേരല്ലല്ലോ, അത് നമ്മളുടെ പെരുമാറ്റത്തിൻ്റെ, ഇടപെടലിൻ്റെ പേരാണ്. അപ്പോൾ ആ നിയന്ത്രണങ്ങളൊക്കെ വലിയ തടവുകളായി വിചാരിച്ച് അല്ലെങ്കിൽ വിചാരിപ്പിച്ച് അങ്ങനെ സ്ത്രീകളെ ഇറക്കിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, സിനിമാ രംഗത്ത് ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് നൽകുന്ന ട്രോമകൾ, അത് നൽകുന്ന സുരക്ഷാ ഭീഷണികൾ, ഇത് സമൂഹത്തിൽ ചർച്ചയാവുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് അള്ളാഹു ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന്. മനുഷ്യൻ്റെ വിഷയത്തിൽ ഒരർത്ഥത്തിൽ അള്ളാഹു ഒരു തേർഡ് പാർട്ടിയായി നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയാണ്. ഒരു ഗ്ലോബൽ വ്യൂ അള്ളാഹുവിനുണ്ടാകും. കാരണം അവൻ്റെതാണ് ഈ പ്രപഞ്ചം, അവനാണ് നമ്മുടെ മനോഗതങ്ങൾ അറിയുന്നത്. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ മാന്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും കാക്കപ്പെടും. ഇന്നൽ ഹറാമ ബയ്യൻ വൈനൽ ഹലാല ബയ്യനൻ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ചില അതിരുകളുണ്ട്. ആ അതിരുകൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ മാത്രമല്ല നിങ്ങളുടെ അന്തസ്സും കാക്കപ്പെടും. അതിനാൽ അന്തസ്സിന് ഇടിവ് തട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അതിരടയാളങ്ങളെ നിങ്ങൾ പാലിക്കണം. ആ പറയുന്നതിനർത്ഥം സമൂഹത്തിൽ ഫിത്ന ഉണ്ടാകാതിരിക്കേണ്ടതിൻ്റെ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാകാതിരിക്കേണ്ടതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്ത്രീകൾക്കാണ് എന്നല്ല. സ്ത്രീയും പുരുഷനും തുല്യ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഫിത്നകൾ ഉണ്ടാകുന്നത് സ്ത്രീകളും പുരുഷന്മാരും പലപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്രയൊക്കെ തന്നെ ഫിത്നകൾ പലപ്പോഴും അതല്ലാത്ത സന്ദർഭത്തിലും സ്ത്രീകളായ ആളുകൾ പള്ളിയിൽ വരാത്ത സന്ദർഭങ്ങളിലും നമ്മുടെ മതമേഖലകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വ്യത്യസ്ത പ്രായത്തിലുള്ള ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നിടങ്ങളിൽ, പുരുഷന്മാർ താമസിക്കുന്നിടങ്ങളിൽ
പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ ഫിത്ന ഒഴിവാക്കേണ്ടത് ഉത്തരവാദിത്വം സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരുടേതുമാണ് എന്ന് നമ്മൾ അറിയണം. പക്ഷേ സമൂഹത്തിലെ ദുർബലരാക്കപ്പെടുന്ന വിഭാഗം, അരികിലാക്കപ്പെടുന്ന വിഭാഗം എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ കാര്യത്തിൽ സവിശേഷമായ ശ്രദ്ധ തന്നെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഹജ്ജത്തുൽ വദാഇൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മിപ്പിച്ച കാര്യമാണ് ഇസ്തൗസു ബിൻ നിസാഇ ഖൈറ. പ്രവാചകൻ്റെ വസിയത്താണ്. പ്രവാചകൻ നമ്മോട് പറഞ്ഞതാണ്, നിങ്ങളുടെ സ്ത്രീകളെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യണം, നിങ്ങൾ അവരോട് പെരുമാറ്റമുണ്ടാകണം എന്ന് പറഞ്ഞതാണ്. അതെല്ലാ അർത്ഥത്തിലും, മതമണ്ഡലത്തിലാകട്ടെ സാമൂഹ്യ മണ്ഡലങ്ങളിലാവട്ടെ ഏത് മേഖലകളിലും ഈ മാന്യത പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. മുസ്ലിം സമൂഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പല അമുസ്ലിങ്ങളായ ആളുകളും പലപ്പോഴും പറയാറുള്ളത്, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളായ ആളുകളൊക്കെ പലപ്പോഴും പറയാറുള്ളത്, എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ അവർ ദീർഘകാലം വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ കാരണമായി അവർ പറയാറുണ്ട്, ഈ സ്ഥാപനങ്ങൾ നൽകുന്ന സുരക്ഷ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആകർഷകമാണ് എന്ന്. കാരണം മുസ്ലിം പരിസരങ്ങളിൽ പൊതുവെ സ്ത്രീ പുരുഷ ഇടപഴകലിന് നൽകപ്പെടുന്ന ചില അതിരുകളുണ്ട്, അത് പാലിക്കപ്പെടുന്നുണ്ട്. അത് ലംഘിക്കപ്പെടുന്നത് മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് പ്രതിരോധിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, നമ്മുടെ സമസൃഷ്ടികൾക്ക് അവൻ നൽകിയിരിക്കുന്ന അധികാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഇല്ലാതാക്കിക്കൊണ്ടല്ല, അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ രീതിയിൽ ആളുകളുടെ മുന്നിൽ പ്രസരിപ്പിക്കാൻ, അതിൻ്റെ പ്രബോധനം നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.